الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الناس أوصيكم أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറ്റവും ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിയമങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിക്കുന്ന, അനുസരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഖ്ലിസുകളായി ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടുന്ന പോലെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്, വസീയത്ത് നൽകുകയാണ്. അല്ലാഹു അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഏവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിശുദ്ധ റമദാൻ നമ്മുടെ കൺമുമ്പിൽ എത്തി നിൽക്കുകയാണ്. പുണ്യങ്ങളുടെ വസന്തോത്സവമായിട്ടാണ് ഓരോ റമദാനും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ച് വിവിധ എണ്ണത്തിൽ റമദാൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. എത്ര റമദാനിൽ ഞാൻ ജീവിച്ചു എന്നതിലുപരി ഓരോ റമദാനും എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ ആ റമദാനിൽ എത്ര പുണ്യങ്ങൾ, ഫലങ്ങൾ റമദാനിൽ ഞാൻ നേടിയെടുത്തു എന്നതാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടതും. ആ റമദാനിനെ അത്തരത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നാം ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ, വിജയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. റമദാനിന്റെ തുടക്കത്തിലുണ്ടാകുന്ന ആവേശം പലർക്കും റമദാൻ ഒന്നാമത്തെ പത്തിലുള്ള ആവേശം രണ്ടിലില്ല. രണ്ടാമത്തെ പത്ത് കഴിഞ്ഞ് മൂന്നാമത്തെ പത്തിൽ
പവിത്രതകൾ വർദ്ധിക്കുമ്പോൾ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശവും ലക്ഷ്യബോധമൊന്നും പലപ്പോഴും റമദാനിന്റെ അവസാനത്തിൽ നമുക്കുണ്ടാകാറില്ല. മണിക്കൂറുകൾ കഴിഞ്ഞാൽ വിശുദ്ധനായ റമദാൻ എന്ന അതിഥി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ എന്തെല്ലാം നന്മകൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയുമോ, വാരി കൂട്ടാൻ കഴിയുമോ, ആ നന്മകളൊക്കെ റമദാനിന്റെ ഒന്നാമത്തെ സെക്കൻഡ് മുതൽ, റമദാനാണ് എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ നാം തുടങ്ങുകയും റമദാനിന്റെ അവസാന നിമിഷം വരെയും അത് തുടർന്ന് കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. തുടക്കത്തിലുള്ള ആവേശം പിന്നീട് നഷ്ടപ്പെടുന്നതിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുദീർഘമായ ഒരു ഹദീസിന്റെ അവസാനം പറഞ്ഞത് മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. വല്ലാത്ത റമദാൻ കയ്യെത്താവുന്ന ദൂരത്ത് എത്തി നിൽക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ് മൻ ഹുരിമ ഖൈറഹ. റമദാനിന്റെ പവിത്രത, റമദാനിൽ നേടിയെടുക്കേണ്ട നന്മകൾ ആർക്കെങ്കിലും തടയപ്പെട്ടു പോയാൽ, ജമാഅത്ത് നഷ്ടപ്പെട്ടു, നോമ്പ് നഷ്ടപ്പെട്ടു, അങ്ങനെ റമദാനിന്റെ ഏതെങ്കിലും സെക്കൻഡുകളെയും മിനിറ്റുകളെയും ഖൈറുകൾ ചെയ്യാതെ നന്മകളിൽ നിന്ന് ഒരാളെ തടയപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഹുരിമ, തീർച്ചയായും അവന്റെ ജീവിതകാലത്തിന്റെ അവസാനം വരെയും അവൻ നന്മകളിൽ നിന്ന് തടയപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് റമദാനിലുള്ള ഒരൊറ്റ നന്മയെയും തടയപ്പെട്ടവരായി ഞാനും നിങ്ങളും മാറരുത്. ഈ റമദാനിന്റെ എല്ലാ നന്മകളും, എന്തെല്ലാം നന്മകളുണ്ടോ, റമദാൻ നമുക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഏതെല്ലാം ഓഫറുകളുണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ മാനസികമായി നാം ഒരുങ്ങണം. ശാരീരികമായ ഒരുക്കത്തോടെ, കുടുംബത്തോടു കൂടെയുള്ള ഒരുക്കം, അങ്ങനെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണ ഒരുക്കത്തോടുകൂടെ, തയ്യാറെടുപ്പോടുകൂടെയാകണം വിശുദ്ധ റമദാനിലേക്ക് നാം പ്രവേശിക്കേണ്ടത്. ആ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഖുതുബയിൽ 7 കാര്യങ്ങളാണ് നാം സൂചിപ്പിച്ചിരുന്നത്. ഒന്ന്, നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കണം. അതേ പ്രകാരം തൗബ ചെയ്യുന്ന മനസ്സുമായി, പക്ഷാതപിച്ച മനസ്സുമായി, ഒരു തെറ്റുകളും കുറ്റങ്ങളുമില്ലാതെ വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഏതെങ്കിലും നിലക്ക് നമ്മുടെ ഏതെങ്കിലും കുടുംബങ്ങളുമായി ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ബന്ധങ്ങൾ മുഴുവനും നാം വിളക്കി ചേർക്കേണ്ടതുണ്ട്. ആരോടെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ ആ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് വേണം റമദാനിലേക്ക് പ്രവേശിക്കുവാൻ. റമദാനിലെ ഒരൊറ്റ സമയം പോലും ഞാൻ നഷ്ടപ്പെടുത്തുകയില്ല എന്ന കൃത്യമായ ചിന്തയോടെ, നിയ്യത്തോടുകൂടെ, അതോടുകൂടെ ആ വിശുദ്ധമായ റമദാനിനെ സ്വീകരിക്കുവാനും റമദാനിനെ നന്മകൾ കൊണ്ട് ഉപയോഗപ്പെടുത്തുവാനും നല്ല നിലക്ക് സന്തോഷത്തോടുകൂടെ റമദാനിനെ യാത്ര അയക്കുവാനുമുള്ള തൗഫീഖിന് വേണ്ടി, ആയുസ്സിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് പ്രാർത്ഥിക്കുക തുടങ്ങിയ കാര്യങ്ങൾ റമദാനിന്റെ മുന്നോടിയായി ഉണ്ടാകേണ്ടതാണ്. അതാണ് കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതോടുകൂടെ റമദാൻ എന്ന വിശുദ്ധ മാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ആ വിശുദ്ധ മാസത്തിന്റെ പ്രത്യേകതകളും അതിന്റെ ശ്രേഷ്ഠതകളും നോമ്പുകാരരാകുന്ന നമുക്കുണ്ടാകുന്ന പുണ്യങ്ങളും കൃത്യമായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയാലേ അതിനെ വേണ്ടതുപോലെ ഉത്സാഹത്തോടെ, ആവേശത്തോടുകൂടെ നമുക്ക് വരവേൽക്കുവാനും സ്വീകരിക്കുവാനും കഴിയുകയുള്ളൂ. വിശുദ്ധ റമദാനിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ഒന്ന്, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, നമുക്ക് സന്മാർഗം പഠിപ്പിച്ചു തന്ന ഏതാണ് നന്മയെന്നും ഏതാണ് തിന്മയെന്നും, ഏതാണ് ഹക്കെന്നും ഏതാണ് ബാത്തിലെന്നും, ഏതിലൂടെ പോകണം ഏതിലൂടെ പോകാൻ പാടില്ല, കൃത്യമായ സ്വർഗത്തിലേക്കുള്ള റൂട്ട് നമുക്ക് കാണിച്ചു തന്നത് വിശുദ്ധ ഖുർആനാണ്. ആ വിശുദ്ധ ഖുർആനിന്റെ അവതരണമുണ്ടായ മാസമാണ് ഷഹ്റു റമദാൻ, മാസങ്ങളുടെ നേതാവ്. ആ വിശുദ്ധമായ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. അതോടുകൂടെ ഖുർആൻ പറയുന്നത്
നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹറ ഫല്യസുംഹു. ആരെങ്കിലും റമദാൻ മാസത്തിൽ ഹാജരായാൽ അവൻ ആ മാസം നോമ്പ് നോൽക്കണം എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അപ്പൊ റമദാനിന്റെ പ്രത്യേകത ഖുർആൻ അവതരിച്ച മാസമാണ്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ്. നമുക്ക് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർക്കും അനുയായികൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്നു. വിശുദ്ധ ഖുർആനിൽ അത് നമുക്ക് കാണാവുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ്സിയാമു, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, കമാ കുതിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മാസങ്ങളും അതിന്റെ വ്യത്യസ്തങ്ങളായിരിക്കുന്ന രീതികളൊക്കെയാണെങ്കിലും മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കും നോമ്പുണ്ടായിരുന്നു എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂന, നിങ്ങൾ മുത്തഖീങ്ങളായി തീരാനാണ് നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ഖുർആൻ അവതരിപ്പിച്ച മാസമാണ്, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസത്തിലേക്കാണ് ഞാൻ നിങ്ങളും പ്രവേശിക്കുന്നത്. അതേ പ്രകാരം നോമ്പ് എന്ന് പറയുന്നത് നമുക്ക് മാത്രം ഉണ്ടായതല്ല, മറിച്ച് മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കും നോമ്പ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, നോമ്പിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നമുക്ക് കാണാൻ കഴിയും. ഒരിക്കലും നിർവചിക്കാൻ കഴിയാത്ത, ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ പുണ്യമാണ് പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം പട്ടിണി കിടക്കുമ്പോൾ അതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. അള്ളാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹു പറഞ്ഞതായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. കുല്ലു അമലി ഇബ്നി ആദമ ലഹു ഇല്ല സിയാം, ആദം സന്തതികളുടെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലി, തീർച്ചയായും നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. നിസ്കാരം അല്ലാഹുവിനുള്ളതാണ്, സുജൂദ് അല്ലാഹുവിനുള്ളതാണ്, ഖുർആൻ പാരായണം അല്ലാഹുവിനുള്ളതാണ്, ദാനധർമ്മം അല്ലാഹുവിനുള്ളതാണ്. നാം ചെയ്യുന്ന എല്ലാ ആരാധനകളും അല്ലാഹുവിനുള്ളതായിരിക്കെ അതൊന്നും എല്ലാത്തിനും പ്രതിഫലം നൽകുന്നത് അല്ലാഹുവാണ് എന്നിരിക്കെ നോമ്പ് എനിക്കുള്ളതാണ്, ആ നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ താല്പര്യം മഹാന്മാരാകുന്ന മുഹദ്ദിസുകളെ രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളതിന്റെ എല്ലാം അതിന്റെ ഇരട്ടി പ്രതിഫലങ്ങളൊക്കെ നമുക്ക് ക്ലിപ്തപ്പെടുത്തുവാനും ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുമെങ്കിൽ നോമ്പിന്റെ പ്രതിഫലവും അതിന്റെ പുണ്യവും ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അത്രയും കൂടുതലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. അത്രയും ക്ലിപ്തമാക്കാൻ കഴിയാത്ത, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മഹത്വമാണ്, പുണ്യമാണ് റമളാനിലെ നോമ്പിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓഫർ നൽകിയിട്ടുള്ളത്. നാലാമത്തെ നോമ്പിന്റെ പ്രത്യേകത എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്നതാണ്. അത്രയും പുണ്യമായ മാസത്തിലേക്കാണ് ഞാൻ നിങ്ങളും പ്രവേശിക്കുന്നതെന്ന കൃത്യമായ ബോധത്തോടെ, ചിന്തയോടെ നമ്മുടെ മനസ്സിനെ ആ നിലക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ട് വേണം വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാൻ. തെറ്റുകളും കുറ്റങ്ങളും ചെയ്യാത്തവരായ ആരുമില്ല. ഹറാമുകൾ കാണാത്തവനാണ് ഞാൻ, ഹറാമുകളെ കുറിച്ച് ചിന്തിക്കാത്തവനാണ് ഞാൻ എന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഈ നിമിഷം വരെ ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തവരായ നിലയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനുള്ള അവസരത്തിന് വേണ്ടിയാണ് റമളാനിനെ അള്ളാഹു നമ്മിലേക്ക് പറഞ്ഞയക്കുന്നത്. നോമ്പ് നമ്മോട് നിർബന്ധമാക്കി അള്ളാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ആരെങ്കിലും ഈമാനോടുകൂടെ, വിശ്വാസത്തോടുകൂടെ, അതേ പ്രകാരം വഹ്തിസാബ, അള്ളാഹു എനിക്ക് പ്രതിഫലം നൽകണം, നോമ്പിലൂടെ റമളാനിലൂടെ അള്ളാഹു എന്നോട് പഠിപ്പിച്ചിട്ടുള്ള, എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ പുണ്യങ്ങളും എനിക്ക് കരഗതമാകണം എന്ന ചിന്തയോടുകൂടെ റമളാൻ മാസത്തിൽ ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ നേട്ടം അല്ലാഹുവിന്റെ റസൂല് പറയാ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും, കഴിഞ്ഞു പോയ എല്ലാ തെറ്റുകളും റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്നാണ്. എന്തെല്ലാം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ, എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്തു പോയിട്ടുണ്ടോ, നല്ല ആ വിശുദ്ധ റമളാനിൽ ഈമാനോടുകൂടെയാണ്, ഇഹ്തിസാബോടുകൂടെയാണ് നാം നോമ്പ് നോൽക്കുന്നതെങ്കിൽ അതോടുകൂടെ അവരെ എല്ലാ പാപങ്ങളും റമളാനോടുകൂടെ കഴുകിക്കളയാൻ കഴിയും.
അതുകൊണ്ടാണ് റമദാൻ എന്ന മാസത്തിന് റമദാൻ എന്ന പേര് വന്നത്. റമദാൻ എന്നാൽ കരിച്ചു കളയുക എന്നതാ. എല്ലാ തെറ്റുകളെയും കരിച്ചു കളയുന്ന മാസമാണ്. അതുകൊണ്ട് തെറ്റുകളും കുറ്റങ്ങളുമെല്ലാം പുറത്തു തരുന്ന റബ്ബ് തആല പുറത്തു തരുമെന്ന് വാഗ്ദാനം നൽകിയിട്ടുള്ള മാസത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു വരുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതോടുകൂടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഞ്ചാമത്തെ നേട്ടമായി, നോമ്പിന്റെ നേട്ടമായി റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നത്, നമ്മുടെ ഏറ്റവും ഭയം, ഒരു വിശ്വാസിയുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ഭയം അത് നരകമാണ്. നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തെ കാക്കണേ. നരകത്തിൽ കല്ലുകളെയും മനുഷ്യരെയുമാണ് കത്തിക്കപ്പെടുക. അവിടെ ഇന്ധനം മനുഷ്യരാണ്, കല്ലുകളാണ്. ആ നരകത്തിന്റെ ഇന്ധനമാകുന്നതിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെ നിങ്ങൾ കാത്തു സംരക്ഷിക്കണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് താക്കീത് നൽകിയതാണ്. ആ നരകത്തിനെ കുറിച്ച് ചിന്തിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ല. ആ നരകത്തെ കുറിച്ച് ആലോചിക്കാൻ നമുക്ക് കഴിയില്ല. നരകത്തിൽ പ്രവേശിക്കുന്നത് മാത്രമല്ല, ആ നരകത്തിന്റെ ചൂട് കാണുവാനോ അതിന്റെ അരികിലേക്ക് പോകുവാനോ അതിന്റെ സ്മെല്ല് പോലും സഹിക്കാനുള്ള കരുത്ത് അള്ളാഹു നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂല് പറയാ, നോമ്പ് എന്ന് പറയുന്നത് അസ്വിയാമു ജുന്നത്തും മിനന്നാർ. നോമ്പ് പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കുക എന്നത് ജുന്നത്തും മിനന്നാർ, നാം ഏറ്റവും ഭയപ്പെടുന്ന നരകത്തിൽ നിന്നുള്ള പരിചയാണ്. നിങ്ങളിൽ ഒരാൾ യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന പരിച ശത്രുവിന്റെ വെട്ടുകളും കുത്തുകളും ഏൽക്കാതിരിക്കാൻ, അവന്റെ അമ്പുകൾ വരുമ്പോ അതിൽ നിന്ന് അതിനെ തടുക്കുവാൻ യുദ്ധത്തിൽ പരിച ഉപയോഗിക്കുന്നത് പോലെ നോമ്പെന്ന് പറയുന്നത് നരകത്തിനെ തടുക്കാനുള്ള പരിചയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നരകത്തിൽ നിന്നുള്ള പരിചയാകുന്ന നോമ്പാണ് വിശുദ്ധ റമദാനിലൂടെ ഞാൻ നോൽക്കുന്നത് എന്ന ചിന്ത നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകണം. അതോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ല എന്നല്ല. പ്രഭാതം മുതൽ പ്രദോഷം വരെ, സുബ്ഹി മുതൽ മഗ്രിബ് വരെ കാലാവസ്ഥ ഏറെ പ്രതികൂലമാണ്, ശക്തമായ ചൂടാണ്, സഹിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ് കാലാവസ്ഥ. ദാഹം വല്ലാതെയുണ്ടാകും. തൊട്ടടുത്ത് കയ്യെത്താവുന്ന ദൂരത്ത് ഭക്ഷണമുണ്ട്, കുടിക്കാൻ വല്ലാത്ത ദാഹമുണ്ട്, തൊണ്ടയെല്ലാം വരളുന്നുണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, സഹിച്ചേ പറ്റൂ. കാരണം എന്തുകൊണ്ട്? ഒരു നിലക്കും ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കേഴുന്ന നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയണമെങ്കിൽ, നരകത്തിന്റെ പാനീയത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ പ്രയാസങ്ങളിലും നാം നോമ്പെടുത്തേ പറ്റൂ. അത് നമുക്ക് നിർബന്ധമാണ്. കാരണം നോമ്പ് നോൽക്കുന്ന ആളുകൾ ഒരിക്കലും നരകത്തിന്റെ അടുത്തേക്ക് പോലും അതിന്റെ വാസന അവർക്ക് എത്തുകയില്ല, അതിന്റെ കാറ്റ് അവർക്ക് എത്തുകയില്ല, ആ നരകം അവർക്ക് കാണേണ്ടി വരില്ല. അള്ളാന്റെ മാർഗത്തിലാണ് ഒരു ദിവസം നീ നോമ്പ് നോൽക്കുന്നതെങ്കിൽ, ഒരു ദിവസം ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നല്ല നിയ്യത്തോടുകൂടെ അള്ളാഹു എന്ന നരകത്തിൽ നിന്ന് കാക്കണമെന്ന ആ ചിന്തയോടുകൂടെയാണ് ഒരു ദിവസം നോമ്പ് നോൽക്കുന്നതെങ്കിൽ, ആ ഒരൊറ്റ നോമ്പിന്റെ കാരണത്താൽ അവന്റെ ശരീരത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തിന്റെ വഴിദൂരം അള്ളാഹു അവനെ അകറ്റുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ. ഒരു നോമ്പ് കൊണ്ട് 70 വർഷത്തിന്റെ വഴിദൂരം. ഒരൊറ്റ നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാനും നിങ്ങളും അനുഷ്ഠിച്ചാൽ പ്രയാസങ്ങളേറെ ഉണ്ടാകുമ്പോഴും അതെല്ലാം സഹിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈമാനോടുകൂടെ ഒരു നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അവനെ അകറ്റപ്പെടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. 30 നോമ്പ് നോൽക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആയുസ് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, എത്ര വർഷത്തിന്റെ വഴിദൂരമാണ് നരകത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും അകറ്റപ്പെടുക എന്ന ചിന്തയോടുകൂടെ നരകത്തിൽ നിന്ന് ഒരുപാട് അകന്നെനിക്ക് പോകണം. അതിന്റെ 7 പോലും അടുക്കുന്ന സാഹചര്യം എനിക്ക് ഉണ്ടാകരുത്. അതിനുവേണ്ടി വിശുദ്ധമായ റമദാനിൽ എല്ലാ നോമ്പും ഞാനും നോൽക്കും എന്ന
കൃത്യമായ നിയ്യത്തോടുകൂടെ വിശുദ്ധ റമദാനിലേക്ക് കാലെടുത്ത് വെക്കാൻ നമുക്ക് കഴിയണം. അതോടുകൂടെ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മുടെ റബ്ബിനെ നമുക്കൊന്ന് കാണണമെന്നത്. അതേ നോമ്പുകാരനിൽ നോമ്പുകാരന് രണ്ടാനന്ദമുണ്ട്. ഒരു ആനന്ദം, ഒരു സന്തോഷം, നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു നോമ്പ് എനിക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞു, അതിന്റെ പ്രതിഫലമെല്ലാം എനിക്ക് ലഭ്യമായി എന്ന ഒരു സന്തോഷം നോമ്പ് തുറക്കുമ്പോ വല്ലാത്ത ആഹ്ലാദമാണ്. അത് വിശ്വാസികൾക്കുണ്ടാകും. എന്നാൽ നോമ്പുകാർക്ക് മറ്റൊരാനന്ദമുണ്ട്. അതെവിടെയാണ്? അത് പരലോകത്താണ്. നാളെ റഹ്മാനായ റബ്ബിനെ നേർക്ക് നേരെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയും നോമ്പുകാർക്ക് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. വിശ്വാസികളായ എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മെ സംബന്ധിച്ചിടത്തോളം, നമ്മെ പടച്ച റബ്ബിനെ കാണുക, ആ റബ്ബിന്റെ തിരുമുഖം ഒന്ന് ദർശിക്കുക എന്നതിനേക്കാൾ വലിയ സന്തോഷമുള്ള ഒരു കാര്യവുമില്ല. ആ നോമ്പുകാർക്ക് ആ റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്ന് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നോമ്പുകാരുടെ 8ാമത്തെ നേട്ടമായി അള്ളാഹുവിന്റെ റസൂല് പറയുന്നത്, നോമ്പുകാർക്ക് മാത്രമായി സ്വർഗത്തിൽ ഒരു വാതിലുണ്ടെന്ന. നാളെ പരലോകത്ത് നിന്ന് ആ ഹാജർ വിളിക്കപ്പെടും. എവിടെ നോമ്പുകാർ? റമദാനിന് ഞാൻ പറഞ്ഞയച്ചപ്പോ പ്രയാസങ്ങളും പ്രതിസന്ധികളൊന്നും നോക്കാതെ പ്രഭാതം മുതൽ പട്ടിണി കിടന്ന, പ്രദോഷം വരെ പട്ടിണി കിടന്ന നോമ്പുകാരെവിടെ എന്ന് പരലോകത്ത് നിന്ന് വിളിയാളം വരുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവിടെ എഴുന്നേറ്റ് നിന്ന് ഹാജർ പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, ഞാനുണ്ട്, ഞാൻ നോമ്പ് നോറ്റവനാണ്, ഞാൻ സ്വായിമീങ്ങളിൽപ്പെട്ടവനാണെന്ന് കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജർ പറയാൻ കഴിയണം എനിക്കെന്ന ചിന്തയോടുകൂടെ റമദാനിലേക്ക് പ്രവേശിക്കണം. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ആ ഒരു പ്രത്യേകമായ കവാടമുണ്ട്, അതിന്റെ പേര് റയ്യാൻ എന്നതാണ്. നോമ്പുകാർക്ക് മാത്രമേ ആ റയ്യാൻ എന്ന വാതിലിലൂടെ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ, മറ്റൊരാൾക്കും അതിലൂടെ പ്രവേശനം ഉണ്ടാവുകയില്ല എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇത്രയും ശ്രേഷ്ഠമാക്കപ്പെട്ട പ്രത്യേകമായ ധാരാളം പുണ്യങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട ആളുകളാണ് നോമ്പുകാർ. ആ നോമ്പുകാരാകാനുള്ള തയ്യാറെടുപ്പെടുത്തവരാണ് ഞാനും നിങ്ങളും. ആ നേട്ടങ്ങളെല്ലാം നേടിയെടുക്കണം എന്ന ചിന്തയോടുകൂടെ വിശുദ്ധമായ റമദാനിന്റെ ആദ്യ സെക്കൻഡ് മുതൽ ഒരുങ്ങുക, അതിനുവേണ്ടി തയ്യാറെടുക്കുക, പ്രയത്നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമദാനിലൂടെ അല്ലാഹു ഓഫർ ചെയ്തിട്ടുള്ള, വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ നന്മകളും സ്വായത്തമാക്കുവാൻ, അത് നേടിയെടുക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വ കൈവിടാതെ ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. നോമ്പുകാരുടെ ധാരാളം പ്രത്യേകതകൾ ഇനിയും ധാരാളം ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 8 പ്രത്യേകതകളാണ് നോമ്പുകാരുടേത് പറഞ്ഞത്, റമദാനിന്റെ പ്രത്യേകത. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പുകാരന്റെ വായ കസ്തൂരിയുടെ ഗന്ധമുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പുകാരന്റെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണോ എന്തോ അറിയില്ല, ചില ആളുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷം റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പാടില്ല, കറാഹത്താണ് എന്ന നിലപാട് സ്വീകരിച്ച ചില ആളുകളൊക്കെയുണ്ട്. ചില കിതാബുകളിലൊക്കെ ഫുഖഹാക്കള് അങ്ങനെ എഴുതി വെച്ചിട്ടുമുണ്ട്. പക്ഷേ അത് ഹദീസുകൾക്ക് വിരുദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി തങ്ങൾ നോമ്പിന് എത്രമാത്രം പല്ല് തേച്ചിരുന്നു, മിസ്വാക്ക് ചെയ്തിരുന്നു എന്ന് എണ്ണി തിട്ടപ്പെടുത്താൻ പോലും എനിക്ക് സാധിച്ചിട്ടില്ല എന്ന് ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളെക്കാൾ, മറ്റു സമയങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂല് പല്ല് തേച്ചിട്ടുള്ളത് അത് റമദാൻ മാസത്തിലാണ്. കാരണം എവിടെയാണ് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ട് എന്ന് പറഞ്ഞത്? ഹദീസിലുള്ളത് ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കലാണ്.
അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ വായക്ക് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടാകും. പക്ഷേ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ കുറെ സമയം ഇരുന്നാൽ സ്വാഭാവികമായും മനുഷ്യർക്ക് ഇടയിൽ അതൊരിക്കലും നല്ല വാസനയായിരിക്കില്ല, സുഗന്ധമായിരിക്കില്ല, ദുർഗന്ധമായിരിക്കും. അതുകൊണ്ട് മിസ്വാക്കിനെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഉച്ചയ്ക്ക് ശേഷം കറാഹത്താണ് എന്നത് തെറ്റിദ്ധാരണയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടുകൂടെ ഞാൻ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, പല ആളുകളും നോമ്പ് നോൽക്കും. നോമ്പ് നോൽക്കാൻ നല്ല ഉഷാറായിരിക്കും. നോമ്പാണോ? നോമ്പാണ്, ഭക്ഷണമൊന്നും കഴിക്കില്ല. പക്ഷേ ബാക്കിയുള്ള സമയങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുകയില്ല. മൊബൈലുകളിൽ കളിച്ചും മറ്റുള്ള അനാവശ്യമായ പാട്ടുകളും സംഗീതങ്ങളും ഒക്കെ ആസ്വദിച്ച് സമയം കൊള്ളുന്ന ആളുകളുണ്ട്. അത്തരം ആളുകൾ നോമ്പ് നോൽക്കണ്ട എന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. നിന്റെ നാവിനെ സംരക്ഷിക്കാനും നിന്റെ കണ്ണിനെ നിയന്ത്രിക്കാനും ഈ കയ്യില്ലെങ്കിൽ ഇനി വെറുതെ പട്ടിണി അടക്കണ്ട, വെറുതെ ഈ പൊരി വെയിലത്തെന്തിനാ ഈ വെള്ളം കുടിക്കാതെ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നത് ആരാ? അള്ളാന്റെ റസൂല. അതുകൊണ്ട് നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ, ചീത്തയായ വാക്കുകളെ, നാവിനെയും ശരീരത്തെയും നിയന്ത്രിക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ നമ്മൾ വെറുതെ പട്ടിണി കിടക്കണ്ട എന്ന് അള്ളാന്റെ റസൂൽ. ആർക്കെങ്കിലും ചീത്ത വാക്കുകളും പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ വാക്കൊക്കെ ഫലൈസലില്ല, അള്ളാഹ്ക്ക് ഹാജ ആവശ്യമേ ഇല്ല, നീ ഭക്ഷണം ഒഴിവാക്കണം, നീ വെള്ളം ഒഴിവാക്കണം എന്നത് റഹ്മാനായ റബ്ബിന് ആവശ്യമില്ലാത്തതാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ. അതുകൊണ്ട് നമ്മുടെ പട്ടിണി, നമ്മുടെ വെള്ളവും അതുപോലെ ഭക്ഷണവും വിചാരങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്നതോടൊപ്പം നമ്മുടെ കണ്ണിനെയും നമ്മുടെ കാതിനെയും നമ്മുടെ അവയവങ്ങളെയും എല്ലാത്തിനെയും സംരക്ഷിക്കുവാനും എല്ലാത്തിനും നോമ്പാക്കി മാറ്റാനും നമുക്ക് കഴിയണം. എല്ലാത്തിനെയും ഇംസാക്ക് ചെയ്യണം. അതിന് അവർക്ക് യഥാർത്ഥത്തിൽ നോമ്പെന്ന് പറയാം. കൈ കൊണ്ട് ഹറാമുകൾ പിടിക്കരുത്, കൊടുക്കരുത്. കയ്യിന് നോമ്പാകണം, കണ്ണിന് നോമ്പാകണം, ചെവിക്ക് നോമ്പാകണം, നാവിന് നോമ്പാകണം. എല്ലാത്തിനെയും, എല്ലാ തിന്മകളിൽ നിന്നും പിടിച്ചു നിൽക്കുന്ന ആ ഒരു അവസ്ഥക്കാണ് യഥാർത്ഥത്തിൽ സ്വാഇം എന്ന് പറയുക. അങ്ങനത്തെ നോമ്പുകാരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതോടുകൂടെ വളരെ പ്രധാനമായി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, റമദാനിന്റെ തുടക്കത്തിലുള്ള ആവേശം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും പിന്നീട് നഷ്ടപ്പെടുത്തുകയല്ല വേണ്ടത്, മറിച്ച് ഓരോ ദിവസവും വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത്. എല്ലാ ദിവസവും ഞാൻ നോമ്പ് നോൽക്കുമെന്ന കൃത്യമായ കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരൊറ്റ നിസ്കാരം പോലും വിശുദ്ധമായ റമദാൻ അല്ലാത്തപ്പോൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, വിശുദ്ധ റമദാനിൽ ഒരൊറ്റ നമസ്കാരവും ഒഴിവാക്കരുത്. മുമ്പും ശേഷമുള്ള എല്ലാ സുന്നത്ത് നമസ്കാരങ്ങളും കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം. കാരണം സുന്നത്തുകൾക്ക് ഫർളിന്റെ പ്രതിഫലം ലഭ്യമാകുന്ന മാസമാണ്. അതേ പ്രകാരം ജമാഅത്തുകളുടെ കാര്യത്തിൽ ഏറെ ഗൗരവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉണ്ടാകണം. രാത്രി നമസ്കാരം, തറാവീഹി നമസ്കാരം വളരെ പുണ്യമുള്ളതാണ്. അതിലെല്ലാവരും പങ്കെടുക്കണം. ചില ആളുകളൊക്കെ ഒരു തെറ്റിദ്ധാരണ അവസാനിപ്പിക്കാൻ, ചില ആളുകളൊക്കെ 8 റക്അത്ത് കഴിഞ്ഞിട്ട് ബാക്കി 3 റക്അത്ത് വീട്ടിൽ പോയി നമസ്കരിക്കുന്നവരുണ്ട്. അത് വലിയ പുണ്യമാണ് എന്ന് കരുതിയിട്ടാണ് പോകുന്നതെങ്കിൽ അതിന് പുണ്യം കൂടുതലല്ല, കുറവാണ്. മറിച്ച് ഒരു അള്ളാഹുവിന്റെ റസൂലിന്റെ സുദീർഘമായ ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ്, ഇമാമ നമസ്കാരം തുടങ്ങി നമസ്കാരം അവസാനിപ്പിക്കുന്നത് വരെ ഒരാൾ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ രാത്രി മുഴുവനും നിന്ന പ്രതിഫലമാണ് അവർക്കുണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 8 കഴിഞ്ഞ് 3 ബാക്കി നമ്മൾ ഒറ്റക്ക് വീട്ടിൽ പോയി തഹജ്ജുദാക്കി മറ്റും നമസ്കരിക്കാം. അതാണ് വലിയ കൂലി എന്ന അത് ധാരണ ഹദീസുകൾക്ക് വിരുദ്ധമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഖുർആൻ പാരായണത്തിന്റെയും പഠനത്തിന്റെയും മനപ്പാഠത്തിന്റെയും എല്ലാം കാര്യത്തിൽ ഏറെ ശ്രദ്ധയുണ്ടാകണം. റമദാനാണ്, പള്ളികളിൽ ധാരാളം പിരിവുകാർ വരും, നമ്മുടെ വീടുകളിൽ ധാരാളം പിരിവുകാർ വരും. നമുക്ക് കൊടുക്കാൻ കഴിയില്ലെങ്കിലും നല്ല മനസ്സോടുകൂടെ അവരെ പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാനും പല രീതികളിലുള്ള പിരിവുകാരും യാചനക്കാരുമാണ് വരുന്നത്. അവഗണിക്കേണ്ടവരെ അവഗണിക്കാനും പരിഗണിക്കേണ്ടവരെ പരിഗണിക്കാനും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കഴിയണം. നാം നോമ്പുകാരാണ്, ഏറെ പുണ്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്കും നമ്മുടെ ചോദ്യത്തിനും ഏറെ പുണ്യമുള്ള വിശുദ്ധ റമദാൻ. നോമ്പുകാർ നിസാരക്കാരല്ല, അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പുണ്യമുള്ളവരാണ്.
അതുകൊണ്ട് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നിസ്കാരത്തിന്റെ ശേഷം പലപ്പോഴും നമ്മൾ പറഞ്ഞതാ, നിസ്കാരത്തിന്റെ ശേഷം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇരുന്നിട്ട് നാം പഠിച്ചിട്ടുള്ള ദിക്റുകളും അതേ പ്രകാരം പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി എല്ലാം റഹ്മാനായ റബ്ബിനോടൊന്ന് ചോദിച്ചു വാങ്ങാം. പ്രിയപ്പെട്ടവരെ, റമദാനെങ്കിലും നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ വിചാരിക്കും നമ്മുടെ മക്കളൊക്കെ വലിയ സ്വാലിഹീങ്ങളാണ്, എന്റെ മകൻ എന്നെ ഒന്നും ചെയ്യില്ല എന്ന് ഞാൻ നിങ്ങളൊക്കെ ധരിക്കുന്നെങ്കിൽ ആ ധാരണയൊന്നും വേണ്ട എന്നല്ലേ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടത്? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ആ നാട്ടുകാർക്ക് ആ അഫാനെ കുറിച്ച് ഒരു അഭിപ്രായക്കേടുമില്ല. നല്ല മകനാണ്, ആ നല്ല കുട്ടിയാണ്, തെറ്റായ ഒരു അഭിപ്രായവുമില്ല. എല്ലാവരെയും ചുറ്റിക കൊണ്ട് ഒരു മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത വിധം പ്രിയപ്പെട്ട വല്യമ്മയെ, മൂത്താപ്പയെ, മൂത്തമ്മയെ, പ്രിയപ്പെട്ട കൊച്ചനുജനെ, 10 മാസം ഗർഭം ചുമന്ന് നൊന്ത് പെറ്റ ഉമ്മയെ, പ്രിയപ്പെട്ടവരെ, ചുറ്റിക കൊണ്ട് അതേ പ്രകാരം ഷാള് കഴുത്തിൽ മുറുക്കി തല ചുമരിലടിച്ച് കൊല്ലാൻ ശ്രമം നടത്തിയ വാർത്ത ഞാനും നിങ്ങളും കേൾക്കുമ്പോ അറിയുക, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ആ ഒരു അവസ്ഥയിലേക്കാണ് കാലം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി അവര് സ്വാലിഹീങ്ങളാകാൻ എല്ലാം റഹ്മാനായ റബ്ബിനോട് ചോദിച്ച് നേടിയെടുക്കാൻ പറ്റിയ അവസരം, വളരെ പ്രധാനമായ അവസരമാണ്. നമസ്കാരത്തിന്റെ ശേഷമുള്ള ആ സമയം ദുആക്ക് ഉത്തരമുണ്ടെന്ന് റസൂലുള്ള പഠിപ്പിച്ചതാണ്. നോമ്പുകാരന്റെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകമായ ഉത്തരമുണ്ട്. അതുകൊണ്ട് നമുക്ക് ചോദിച്ച് നേടാനുള്ളതെല്ലാം എന്തെല്ലാം ഉണ്ടോ എല്ലാം നാം വിശുദ്ധമായ റമദാനിൽ ആ നമസ്കാരത്തിന്റെ ശേഷവും നോമ്പ് തുറക്കുന്ന സമയവും ഒക്കെ ചോദിച്ച് വാങ്ങിയെടുക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതേ പ്രകാരം എല്ലാ നന്മകളും, ഒരൊറ്റ നന്മകളും നഷ്ടപ്പെടുത്താത്ത വിധം എല്ലാവർക്കു വേണ്ടിയും നാം പ്രാർത്ഥിക്കുക. വിശുദ്ധ റമദാനിൽ എല്ലാവർക്കു വേണ്ടിയും പരസ്പരം പ്രാർത്ഥന എല്ലാവരും നിർവഹിക്കണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാവരും, പല ആളുകളും രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. പലപ്പോഴും പല ആളുകളെയും സന്ദർശിക്കുമ്പോ കഴിഞ്ഞ റമദാനിലൊക്കെ നമ്മോടൊപ്പം റമദാനിനെ ഈ നിലക്ക് സ്വീകരിക്കാൻ ആവേശം കാണിച്ചിരുന്ന പലരും രോഗശയ്യയിലാണ്, എഴുന്നേൽക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളവരുണ്ട്. എന്റെ മാതാവടക്കം എന്റെ പിതാവടക്കം രോഗശയ്യയിലാണ്, പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളിലാണ്. എല്ലാവരും പരസ്പരം രോഗശമനത്തിന് വേണ്ടിയും എല്ലാത്തിനു വേണ്ടിയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാനിനെ സുന്ദരമായി സ്വർഗ്ഗത്തിന് വേണ്ടി, മഗ്ഫിറത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ നിമിഷം വരെ ഞങ്ങളിൽ നിന്ന് വന്നു പോയ എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളും പാപങ്ങളായ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാഫാക്കി നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാൻ ഇതാ ഞങ്ങളുടെ അരികിലെത്തിയിരിക്കുകയാണ്. ആ റമദാനിനെ സ്വീകരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ റമദാനിനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്ന സ്വർഗ്ഗം നേടിയെടുക്കാൻ ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, പേടിയാ ഞങ്ങൾക്ക്. അല്ലാഹുവേ, നരകത്തെ ഭയപ്പെടുന്നവരാ ഞങ്ങൾ. ആ നരകത്തിൽ നിന്ന് മോചനം നേടുവാൻ ഈ വിശുദ്ധ റമദാനിനെ ഉപയോഗപ്പെടുത്തി നരകത്തിൽ നിന്ന് ഇത്തഖ് നേടുന്ന സത്യവിശ്വാസികളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفرني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم.